എല്ലാവർക്കും നോട്ട് ഫോർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് നോക്കാൻ പോകുന്നത് കേരള PSC കഴിഞ്ഞ വർഷം ബയോളജിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ 50 ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായും കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓവിയോള് വിത്താകുന്നു. അടുത്ത ചോദ്യം എന്താണ്? എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണം ഏത്? എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണം ഏതാണ്? ഉദാഹരണം ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണം. അടുത്ത ചോദ്യം, ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. ഗോൾജി കോംപ്ലക്സ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നതിൽ രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. അടുത്ത ചോദ്യം നോക്കിയാലോ. തന്നിരിക്കുന്നതിൽ മാംസത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. മാംസത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ലിപ്പേസ് ആണ്. ഓപ്ഷൻ സി ലിപ്പേസ്. ലിപ്പേസ് ആണ് മാംസത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത്. അടുത്ത ചോദ്യം നോക്കിയാലോ. ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ തെറ്റായ പ്രസ്താവന വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും എന്നതാണ്. അടുത്ത ചോദ്യം നോക്കിയാലോ. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിക്കാം. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് രോഗങ്ങളാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയയാണ്. ഇതിലിപ്പോൾ നോക്കിയാൽ ആദ്യത്തെ 2 ശരിയാണ്, 3ഉം 4ഉം തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്, 3ഉം 4ഉം തെറ്റാണ്. അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്. ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണി കൾച്ചർ എന്താണ്? മുയൽ വളർത്തലാണ് ക്യൂണി കൾച്ചർ എന്നറിയപ്പെടുന്നത്. മുയൽ വളർത്തൽ. അടുത്ത ചോദ്യം എന്താണ്? കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി. നമ്മുടെ കൈക്കുഴയിലും കാൽക്കുഴയിലും കാണപ്പെടുന്ന അസ്ഥിസന്ധി എന്താണ്? ഓപ്ഷൻ സി തെന്നി നീങ്ങുന്ന സന്ധിയാണ് കൈക്കുഴയിലും കാൽക്കുഴയിലും കാണപ്പെടുന്ന അസ്ഥിസന്ധി. അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യമാണ്. സിനാപ്സ്, ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 2 നെഫ്രോണുകൾക്കിടയിൽ കാണപ്പെടുന്നു, പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു, 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു, 2 പേശീകോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. 2 പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു, 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. അതാണ് ഉത്തരം വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം എന്താണ്? നിശാന്തത. നിശാന്തതയാണ് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. അപ്പോൾ വൈറ്റമിൻസും അവയുടെ അപര്യാപ്തത രോഗങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കണം കേട്ടോ. PSCയുടെ ഇഷ്ട ചോദ്യങ്ങളാണ് എന്ന് തന്നെ പറയാം. അടുത്തത് 12ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നതിൽ ഒരു ജീവിതശൈലി രോഗമല്ലാത്തത്. ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ഹീമോഫീലിയയാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്. അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഓപ്ഷൻ ബി ഇനാമൽ. ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. 14ാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനമേത്? കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പ്രിയങ്കയാണ് കേട്ടോ. പ്രിയങ്ക. ഓക്കെ. ഞാൻ ഇതുപോലെ എൻ്റെ ചാനലിലെ കേരള PSC കേരളവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി ഒന്ന് കാണണേ. അതുപോലെ 2021 മുതൽ 2025 വരെ PSC ഇന്ത്യൻ ദേശീയ ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളെന്ന് പറഞ്ഞൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് നോക്കിയിരിക്കണം. അടുത്ത ചോദ്യം നോക്കിയാലോ. 15ാമത്തെ ചോദ്യമാണ്. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കും? എങ്ങനെയാണ് ബാധിക്കുന്നത്? ശരീരത്തിന്റെ തുലനനില പാലിക്കപ്പെടുന്നില്ല. സെറിബെല്ലം തുലനനില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഘടകമാണ്. അടുത്ത ചോദ്യം. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി. ഇതില് ഓപ്ഷൻ എ ആണ് ശരിയായത്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്
വാൾട്ടർ ജി റോൺസൺ ആണ്. അടുത്തത് അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലത്തിന്റെ പറയുന്ന പേരെന്താണ്? പെരിയോസ്റ്റിയം. അടുത്ത ചോദ്യം എന്താണ്? ജന്തുജന്യമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏത്? ജന്തുജന്യമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? വൈറസ്. മഞ്ഞപ്പനി ഒരു വൈറസ് രോഗമാണ്. അടുത്ത ചോദ്യം നോക്കിയാലോ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി, തിരുവനന്തപുരം. അടുത്തത് കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? കാർഡിയോളജി എന്തിന്റെയാണ്? ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഹൃദയത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്. അടുത്ത ചോദ്യം നോക്കാം. പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അതെന്താണ്? പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത് പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ്. അടുത്തത് സിമന്റം എന്ന് പറയുന്നത് പല്ലിനെ മൂണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു യോജക കലയാണ്. ഇതില് 3ഉം 4ഉമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ ബി 3ഉം 4ഉമാണ് ശരി. ബാക്കി രണ്ടും തെറ്റാണ് കേട്ടോ. അടുത്തത് നോക്കാം. ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത്. ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ ബി ജീവകം ഇ ആണ് ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി അമൃതം ആരോഗ്യം ആണ്. കേരള സർക്കാരിന്റെ ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി അമൃതം ആരോഗ്യം. പഠിച്ചു വെച്ചോ. അടുത്ത ചോദ്യം എന്താണ്? ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് ആണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് തടയുന്നത്. അടുത്തത് ശ്വസനം, ഹൃദയമിടിപ്പ് എന്നീ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? ശ്വസനം, ഹൃദയമിടിപ്പ് എന്നീ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? മെഡുല ഒബ്ലാങ്കേറ്റ. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. അടുത്ത ചോദ്യം നോക്കാം. കരിമ്പൻ ഏത് വിഭാഗത്തിൽ പെടുന്നു? കരിമ്പൻ ഏത് വിഭാഗത്തിൽ പെടുന്നു? കരിമ്പൻ ഫംഗസ് ആണ്. അടുത്തത് 28ാമത്തെ ചോദ്യമാണ്. നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം. നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് കുരുമുളക്. അടുത്ത ചോദ്യം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ്. അടുത്തത് വൈറ്റമിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. അതുപോലെ ഞാൻ എൻ്റെ ചാനലിൽ വൈറ്റമിൻസോ അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പരിശീലന ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കാണണേ. നമ്മളൊരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട പരിശീലന ചോദ്യങ്ങളൊക്കെ യൂട്യൂബിലാണെങ്കിലും വേറെ ടെലിഗ്രാമിലൊക്കെ എനിക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് എല്ലാവരും നോക്കുക. നമ്മൾ പഠിച്ച ഭാഗം നമുക്ക് ഉറപ്പിക്കാനായിട്ട് അത് വളരെ സഹായിക്കും. മോക്ക് ടെസ്റ്റുകളാണ് എപ്പോഴും ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് എന്തായാലും ചെയ്തിരിക്കണം. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ പെടുന്നു? പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? അതൊരു പ്രോട്ടോസോവയാണ്. അടുത്തത് എന്താണ്? വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? പരിശോധനയുടെ പേരെന്താണ്? വൈഡൽ പരിശോധന. അതെന്തിനാണ്? സാൽമോണല്ല ടെംഫി അതിനെ തിരിച്ചറിയാനാണ് വൈഡൽ പരിശോധന ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ്? രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശമാണ് മോണോസൈറ്റ്. അടുത്തത് 34ാമത്തെ ചോദ്യമാണ്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ വേണ്ട സമയം എത്ര? ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ എത്ര സമയം വേണം? 0.8 സെക്കൻഡ്. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേര്? ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG. അടുത്ത ചോദ്യം. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാണ്? 9 തൊട്ട് 11 mg വരെയാണ്. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലം. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി മെനിഞ്ചസ്. മെനിഞ്ചസ് ആണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലം. അടുത്ത ചോദ്യം എന്താണ്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ. ജീവകം കെ ആണ്. അടുത്ത ചോദ്യം നോക്കാം. എംഫൈസിമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ്? ഏതിനെയാണ്? ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് എംഫിസിമ.
അടുത്തത് ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ. ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ. 41ാമത്തെ ചോദ്യം ഇതാണ്. തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി അയഡിൻ. അയഡിൻ ആണ് തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു. അടുത്തത് എന്താണ്? കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവ? കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏതാണ്? മെഡിക്കൽ കോളേജുകളാണ് കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ. 43ാമത്തെ ചോദ്യം. ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗമാണ് ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗമാണ് ഷഡ്പദങ്ങൾ. അടുത്ത ചോദ്യം. പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാവുന്ന രോഗമാണ്? പെല്ലഗ്ര ഏത് ജീവിതത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാവുന്ന രോഗമാണ്? ഓപ്ഷൻ എ വൈറ്റമിൻ B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. അടുത്ത ടോപ്പിക്ക് ഏതുമായിട്ട് ബന്ധപ്പെട്ട് വേണമെന്നുള്ള സജഷൻ നിങ്ങൾക്കുണ്ടെന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് വീഡിയോസൊക്കെ ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. 45ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്. എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രോ എക്സ്പോ സെന്റർ നിലവിൽ വരുന്നത്? കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രോ എക്സ്പോ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആനയറ. അടുത്ത ചോദ്യം. കേരള സർക്കാർ 2005 തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാൻസർ ബോധവൽക്കരണമാണ്. ക്യാൻസർ ബോധവൽക്കരണ പദ്ധതിയാണ് ആരോഗ്യം ആനന്ദം. അടുത്ത ചോദ്യം 47ാമത്തെ ചോദ്യമാണ്. കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിന് ആവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകം ഏതാണ്? ഏതാണ്? മൈറ്റോകോൺട്രിയ. അടുത്ത ചോദ്യം. എംഫിസീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്താണ്? ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അതിന് കാരണമാകുന്ന കാര്യം എന്താണ്? സിഗരറ്റ് സ്മോക്കിംഗ് ആണ് എംഫിസീമയുടെ കാരണക്കാരൻ. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ പാളിയുടെ പേരെന്താണ്? ഡയഫ്രം ആണ് ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്നത്. അടുത്ത 50ാമത്തെ ചോദ്യമാണ്. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ. ചെറിയ മുറിവിൽ നിന്നും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ എന്താണ്? ഹീമോഫീലിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. 50 ചോദ്യങ്ങളായിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത്. 50 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അടുത്ത വീഡിയോ ഞാൻ ഏത് ടോപ്പിക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ ഡെയിലി നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് പഠിച്ചു പോവുക. എക്സാമിന് പെട്ടെന്നിങ്ങ് വരും. ജനുവരി പകുതിയായി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.